ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ പ്ലാന്റുകളെല്ലാം ഒരുവിധം ഒന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പൂക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്യണം. അതുപോലെ തന്നെ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ച് കെട്ടി വെക്കുകയും കൂടെ വേണം. ഇല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ മറിഞ്ഞ് വീണ് പോകും. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഞാൻ ജൂട്ട് കടയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. തീരെ വണ്ണമില്ലാത്ത ചെറുതാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ടാണ് ഇത് കെട്ടി ഉറപ്പിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ വീടിൻ്റെ സൈഡിലായിട്ടൊരു കൊളുത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനിതിങ്ങനെ കയർ കെട്ടിയിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് അവിടെ വയ്ക്കാൻ പോവുകയാണേ. ഇങ്ങനെ എന്നിട്ട് നേരെ വന്ന് ചെടിച്ചട്ടിക്ക് ഉള്ളിലേക്ക് ഒരു കെട്ട് കെട്ടും കേട്ടോ. ഇപ്പം ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ കയറെടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ ഒരു ചുറ്റി ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. അത് കാരണം ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലാണ് കയറാക്കി വെച്ചിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് കെട്ടി ഉറപ്പിക്കാം. ഇപ്പം ഞാനിത് രണ്ട് സൈഡും കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഇതിനെ തമ്മിൽ യോജിപ്പിക്കാൻ പോവുകയാണ്. അങ്ങറ്റത്തുള്ള കയറും ഇതുമായിട്ട് യോജിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ഞാനിങ്ങനെ ഇതൊന്ന് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു കയർ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ചുറ്റിയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ലോക്ക് ചെയ്ത് ഉറപ്പിക്കുക. ഇത് ഇങ്ങനെ അത് ഈ പ്ലാന്റിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉറപ്പിക്കണം ഇങ്ങനെ. ഇനി ഇത് ഞാൻ നേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. പ്ലാന്റ്സ് എല്ലാം തന്നെ ആ സമയം ഉള്ളിലായിരിക്കും, ഇപ്പുറത്തെ ഭാഗത്തായിരിക്കും. ഇവിടെ ഞാൻ ചെടി ഉള്ളിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചുറ്റിച്ച് ഈ കയറ് പിന്നെയും ആ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോവുകയാണേ. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ കെട്ടി ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പ്ലാന്റിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് പിന്നെയും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെയും വേറെ കയറിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പ്ലാന്റ് നിൽക്കുന്നത് ഈ ഓരോ ലെയർ കയർ കെട്ടിയതിൻ്റെയും ഉള്ളിലാണ്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇത്രയും ആയില്ലേ, പൂ ഇട്ട് തുടങ്ങി കേട്ടോ. അത് ചെറിയ പൂക്കൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴെയുള്ള ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ കായ് കിട്ടും. ഇതിങ്ങനെ താഴെയുള്ള ഇലകൾ മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇതിങ്ങനെ അപ്പോൾ കായ്ഫലം കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ചെറിയ ഇലകളെല്ലാം ഇപ്പം ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ഈ ചെടി വളർന്നു വരുന്നതനുസരിച്ച് ഈ കയറിനുള്ളിലേക്ക് ആക്കി കൊടുക്കും. അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ തക്കാളി എന്ത് ചെയ്യല, കായ ഉണ്ടായി കഴിയുമ്പോൾ മറിഞ്ഞു വീഴില്ല, അല്ലെങ്കിൽ മറിഞ്ഞു വീണു പോവും. കമ്പ് വെച്ച് കുത്തുന്നേക്കാളും കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരു 8 ചെടിച്ചട്ടിയിലായിട്ട് ഉള്ള പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. അത് കാരണം തന്നെ ഈ 8 എണ്ണവും നമുക്ക് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ വെച്ച് ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.